നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ നടരാജർ ഉത്സവം നാളെ വിടിയകാലത്ത് 4 മണിക്ക് ആരുദ്ര ദർശനം. ആരുദ്ര ദർശനം വിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ്. തിരുവാതിര ശിവൻ്റെ ഒരു നക്ഷത്രം, അതിൻ്റെ സംസ്കൃത വേടാണ് ആരുദ്ര. അതുകൊണ്ട് ആരുദ്ര ദർശനം എന്ന് പറയുന്നുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള എല്ലാ ശിവക്ഷേത്രത്തിലും ഉണ്ട്. എന്നിട്ട് സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിദംബരം ആരുദ്ര ദർശനം ചെയ്താൽ മുക്തി എന്നാണ്. അപ്പോൾ അത് അവിടെ ഒരുപാട് കൂട്ടമുണ്ട്. ഇതേമാതിരി നടരാജർ വർഷിപ്പ് തമിഴ്നാട്ടിൽ ഇത് തങ്കസഭൈ, അത് നടരാജർ ചിദംബരം. അടുത്തത് ഉടൻ, അതാണ് ഇത് തിരുക്കുറ്റാലം. താമ്രസഭൈ തിരുനെൽവേലി, വെള്ളി സഭൈ മധുര, രത്നസഭൈ തിരുവാലങ്കാട്. ഇങ്ങനെ 5 സഭകളുണ്ട്. അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിലും നാളെ കാലത്ത് തിരുവാതിര ഉത്സവമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇല്ല. അതാണ് വിശേഷം. കേരളത്തിലും കൊണ്ടുവരണം. കേരളത്തിൽ ഉണ്ടായിരുന്നെച്ചാൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സുശീന്ദ്രം ക്ഷേത്രത്തിലുമുണ്ട്. അതിപ്പോൾ മുമ്പ് പാർട്ട് ഓഫ് കേരളമായിരുന്നു. ഇപ്പോൾ 1952 ശേഷം അത് തമിഴ്നാടായി. അപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങൾ കൊണ്ടുവരാത്ത ആ അവയർനെസ് വരണമല്ലോ. നടരാജർ വർഷിപ്പ് വളരെ വിശേഷമായിട്ടുള്ളതാണ്. ആനന്ദ ദർശനം, ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു ദർശനം. അത് കേരളത്തിൽ 108 ശിവക്ഷേത്രമുണ്ട്. പരശുരാമർ പ്രതിഷ്ഠ ചെയ്തത്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 ക്ഷേത്രത്തിൽ ഈ നടരാജർ വിഗ്രഹം കൊണ്ട് ആരുദ്ര ദർശനവും ചെയ്യാം. അതിന് ആരെങ്കിലും താല്പര്യം എടുത്ത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഭക്തന്മാരോ ഇൻട്രസ്റ്റ് എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏത് ക്ഷേത്രത്തിൽ നടരാജർ വിഗ്രഹം വച്ച് പൂജ ചെയ്തമാതിരി വഴിപെടാനെന്ന് പറഞ്ഞാൽ അത് തിരുവഞ്ചിക്കുളം കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത്, അവിടെ നിന്ന് 3 കിലോമീറ്റർ കളം എന്നാണ് പഴയ പേര്. ഇപ്പോൾ തിരുവഞ്ചിക്കുളമായത്. അവിടെ വച്ച് ചേരമാൻ പെരുമാൾ നടരാജർ പൂജ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. തിരുവഞ്ചിക്കുളത്തിൽ ഇപ്പോൾ ചേരമാൻ പെരുമാൾ നടരാജർ ദർശനം ചെയ്ത് ഡെയിലി പൂജ ചെയ്യുമ്പോൾ നടരാജരുടെ ചിലങ്ക ശബ്ദം കേൾക്കും. ആ വിഗ്രഹം വീണ്ടും അവിടെ പ്രതിഷ്ഠ ചെയ്യണം. അപ്പോൾ എവിടെയാണ് ഇരുന്നത് അതേക്കുറിച്ച് ആഗ്രഹിക്കണം, അത് തേടി പിടിക്കണം. അതാണ് ഇന്ന് പള്ളിയായിരിക്കുന്നത്, മുസ്ലിം പള്ളിയായിരിക്കുന്ന ഇത് പഴയ അരസതാളി ക്ഷേത്രം, ചേരമാൻ പെരുമാളുടെ പേഴ്സണൽ പൂജാ ബിൽഡിംഗ് ആയിരുന്നതാണ്. ഇന്ന് അവർ ഇതായിട്ട് മാസ്കായിട്ടിരിക്കുന്നത്. ചേരമാൻ പെരുമാൾ 840 കാണാതെ പോയി. ഇവിടെ കൈലാസത്തിന് പോയി, ഭൂതദേഹത്തോടെ പോയി. അങ്ങേരെ കൂടെ ഒരു സുന്ദരമൂർത്തി നായനാർ, തമിഴ്നാട്ടിലുള്ള 2 പേരുമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ഭൂതദേഹത്തോട് കൈലാസത്തിൽ പോയത്. അതിൻ്റെ ശേഷം അവർ തിരിച്ച് വന്നില്ല. അത് പോകുന്ന ആനയും കുതിരേൻ്റെ പേരത്ത് പറഞ്ഞ് അവർ കൈലാസത്തിൽ പോയതാണ്. അപ്പോൾ അതിനെ ഒരു ദിവസമായിട്ട് വെച്ച് അവിടെ ആന ഓട്ടം ഉണ്ടായിരുന്നു തിരുവഞ്ചിക്കുളത്ത്. ഇപ്പോൾ ആന ഓട്ടം അവിടെ ബ്രിട്ടീഷുകാരൻ നിർത്തി കളഞ്ഞു. ഇപ്പോൾ ആന ഓട്ടം ഗുരുവായൂരിലുള്ള ആന ഓട്ടം എല്ലാവർക്കും അറിയാം. ഇത് സ്റ്റാർട്ടിങ് തിരുവഞ്ചിക്കുളത്താണ് സ്റ്റാർട്ടിങ്. ചേരമാൻ പെരുമാൾ കാണാതെ പോയ ദിവസത്തിൽ നിന്ന് അവർ കാണാതെ പോയി എന്നുള്ളത്, അതിൽ നിന്നും ഭക്തന്മാർ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരുന്നത്. പക്ഷേ അങ്ങേര് കൈലാസത്തിൽ പോയിട്ട് വന്നില്ല. അവിടേന്ന് ഒരു പുസ്തകം എഴുതി, കൈലാസ ജ്ഞാന ഉല എന്നൊരു പുസ്തകം എഴുതി ഇവിടെ തമിഴ്നാട്ടിൽ കേരളത്തിൽ കൊടുത്തയച്ചു തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്. പക്ഷേ അപ്പോൾ തമിഴാണ് ലീഡിങ്. അതുകൊണ്ട് തമിഴിലാണ് ആ ബുക്ക് ഇരിക്കുന്നത്. അതിൻ്റെ ശേഷമാണ് പിന്നെ മലയാളം വന്നത്. അപ്പോൾ ഈ ചേരമാൻ പെരുമാൾ കൈലാസ് പോയി തിരിച്ചു വന്നില്ല. അങ്ങേര് മുസ്ലിമാ മാറിയെന്ന് കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഒരു കഥയായിരിക്കുന്നു. അതിനെയൊക്കെ കുറിച്ച് ഇല്ലയെന്ന് പറഞ്ഞ് ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. കിൻഡിലും ബുക്കുണ്ട്, വേണമെന്നുള്ളവർ പഠിക്കാം. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ആ നടരാജർ വഴിപാട് തിരുവഞ്ചിക്കുളത്തിൽ തിരിച്ച് കൊണ്ടുവരണം. ആ വിഗ്രഹം എവിടെ പോയി തേടി പിടിക്കണം. ഇല്ലെങ്കിൽ ആ വിഗ്രഹം ചെയ്ത് ചേരമാൻ പെരുമാളുടെ ഒരു സ്മരണയുടെ കൂടിയുള്ള വർഷിപ്പ് അവിടെ ചെയ്യണം. അതിനുള്ള വിഗ്രഹങ്ങൾ ചെയ്യണമെങ്കിൽ അവർ കേരളത്തിലും ചെയ്യുന്ന ആളുകളുണ്ട്. അതേമാതിരി തമിഴ്നാട്ടിൽ തഞ്ചാവൂരിൻ്റെ അടുത്ത് സ്വാമിമലൈ, അവിടെ നല്ല രീതിയിൽ ചെയ്യുന്ന വെളിയിലത്തെ ഫോറിൻ കൺട്രീസിനായിരിക്കുന്ന അതിനെ ചെയ്ത് തിരുവഞ്ചിക്കുളത്തിൽ നടരാജരെ സ്ഥാപിക്കണം. കന്യാകുമാരിയിൽ ഫേമസ് ആയിട്ടുള്ള നടരാജർ അവിടെ തേരോട്ടമൊക്കെ ഉണ്ട്. ഇന്ന്
ഇന്ന് തേരോട്ടം, നാളെ തിരുവാതിര വഴിപാട്. അപ്പോൾ പക്ഷേ കേരളത്തിൽ ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൽ അതിനുള്ള സൂട്ടബിൾ പ്ലേസ് വന്ന് തിരുവഞ്ചിക്കുളം, കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുള്ള തിരുവഞ്ചിക്കുളത്തിൽ ആണ് ചെയ്യേണ്ടത്. അതും ഈ ചേരമാൻ പെരുമാളാണ് സ്പെഷ്യലായിട്ട് നടരാജർ പൂജ ചെയ്തത്. അവിടെ തന്നെ ചെയ്യണം. അതിന് ആരെങ്കിലും മുൻഗണന എടുത്ത് ചെയ്യണം. ഇവിടെ വിശ്വഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഇവർ പൊളിറ്റിക്കലായിരിക്കുന്നവർ കൾച്ചറൽ എല്ലാം ആഗ്രഹമുള്ളവർ പ്രതിഷ്ഠ ചെയ്ത്. അപ്പോൾ ആരുദ്ര ദർശനം തമിഴ്നാട്ടിലിരിക്കുന്നവർ കേരളത്തിലുള്ള ഹിന്ദുക്കളും ശിവനെ ദർശനം ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാമെന്നുള്ളത് പറയണം. ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് അവിടെ നടരാജർ വിഗ്രഹത്തെ കൊണ്ട് സ്ഥാപിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.